ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം അവരെ അവിടെ പണിയെടുക്കാൻ അവസരം കൊടുക്കാതെ, കഴകത്തിൻ്റെ പണി എടുക്കാൻ അവസരം കൊടുക്കാതെ നിൽക്കുകയും അമ്പലത്തിലുള്ള പൂജാതി കർമ്മങ്ങൾ നടത്താൻ ഇരുന്ന് അതൊരു സ്ട്രൈക്ക് പോലെ വന്നപ്പോൾ കുടൽമാണിക്യം ക്ഷേത്രത്തിലെ ഭരണാധികാരികൾ അവിടെ പഠിക്കുന്നവർ ഇടപെട്ട് താൽക്കാലികമായി ഒരു വെടിനിർത്തൽ പോലെ ഈ കഴകംകാരനെ ഓഫീസിലേക്ക് മാറ്റിയിട്ട് മറ്റൊരു വാരനെ അവിടെ വെച്ചുകൊണ്ട് തൽക്കാലം സമരം ഒഴിവാക്കിക്കൊണ്ട് ആ പ്രതിസന്ധി താൽക്കാലികമായി ഒഴിവാക്കി. പക്ഷെ എന്നാൽ തന്നെയും ആ താൽക്കാലികമായ പ്രതിസന്ധി ഒഴിവാക്കി ഈ ഉത്സവം കഴിഞ്ഞാൽ തീർച്ചയായും ആ ഒഴിവാക്കി കഴകംകാരനായി നിയമിച്ച ആളിനെ കഴകംകാരനായി തന്നെ അവിടെ നിയമിച്ചിരിക്കും, തിരികെ കൊണ്ടുവന്നിരിക്കുമെന്നാണ് എനിക്ക് കിട്ടിയ ഒരു ഉറപ്പ്. അവിടെ എന്ന് വെച്ചാൽ ഈ കുടൽമാണിക്യ ക്ഷേത്രത്തിലെ ഭരണാധികാരികളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു വിവരവും അറിവും അങ്ങനെയാണ്. അങ്ങനെ പ്രതീക്ഷിക്കും നമ്മൾ വിചാരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ ക്ഷേത്രങ്ങളിലുള്ള ചില അവകാശം പറഞ്ഞുകൊണ്ട് സർവാധിപത്യം സ്ഥാപിക്കുവാൻ ഇന്ന് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഈ ജനാധിപത്യ യുഗത്തിൽ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളും മനസ്സിലാക്കാതെ ഉൾക്കൊള്ളാതെ ഇതുപോലുള്ള ക്ഷേത്രത്തിലെ അവകാശികളെന്നും അധികാരികളെന്നും ആരും തെരഞ്ഞെടുക്കപ്പെടാത്തവർ അവര് പൂർവാചാരപ്രകാരം അവർക്ക് കിട്ടിയ അവകാശമെന്ന നിലയിൽ ഇരുന്നു കൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങൾക്കും എതിരായി ഇതുപോലുള്ള തടസ്സവാദങ്ങൾ ഉന്നയിച്ച് ജാതി വിവേചനം, അതായത് ഭാര്യയാകാവോ വീഴവൻ പാടില്ല എന്ന് കൽപ്പിച്ചു. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളുടെ ഐക്യം ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടം. ആ ഹിന്ദു ഐക്യത്തെ തകർക്കുവാൻ ഒരു കുലംകുത്തിയായിട്ട് ഇറങ്ങി തിരിച്ചവരാണ് ഈ അല്പപ്രാണികളായ 4 പേര്. കേരളത്തിലെ മഹാഭൂരിപക്ഷങ്ങളും ഹിന്ദുക്കളുടെ ഐക്യം ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഹിന്ദുക്കളുടെ ആഗ്രഹിക്കുന്ന മഹാഭൂരിപക്ഷമുള്ള ഈ പ്രദേശത്തെ കേരളത്തിലെ ഹിന്ദുജനങ്ങൾ ഒന്നാകെ ഇതിനെ ഉണർന്നു നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയും ഇത്തരം പ്രവണതകൾ ഇനി കേരളത്തിൽ ഉണ്ടാകാത്ത വിധത്തിൽ ചാതുർണ്യത്തിന്റെ ഉച്ഛിഷ്ടങ്ങൾ, എല്ലും കഷ്ണങ്ങൾ മാന്തിയെടുത്ത് അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് പഴയ വ്യവസ്ഥിതിയും പറഞ്ഞുകൊണ്ട് വരുന്ന ഇത്തരം ചാതുർണ്യ വ്യവസ്ഥത മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സവർണ തമ്പുരാക്കന്മാരെ നിലത്ത് നിർത്തുവാൻ ഇവിടുത്തെ ഹിന്ദു സമൂഹം ഒന്നാകെ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഒരു അമ്പലത്തിൽ നിന്നല്ല, ഈ സമൂഹത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിൽ ശക്തമായ നടപടി സർക്കാർ ഭാഗത്തു നിന്ന് കുടൽമാണിക്യം ക്ഷേത്രത്തിലെ ഒഴിവാക്കാൻ നിർബന്ധിതരാക്കിയ അതിന്റെ ഉപദേശികൾ അല്ലെങ്കിൽ അവകാശക്കാരെന്ന് പറയുന്ന ക്ഷേത്ര അധികാരികളെന്ന് പേരിൽ ശക്തമായ നടപടി എടുത്തുകൊണ്ട് മാതൃകാപരമായ ഒരു ജാതിഭേദം ഇല്ലാതെ മതദ്വേഷമില്ലാതെ ഹിന്ദുക്കൾക്ക് പോലും ഇന്ന് ജാതിയുടെ പേരിൽ പിന്നോക്കമെന്നും മുന്നോക്കമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വക തിരിച്ചു നിർത്തിക്കൊണ്ട് മതദ്വേഷമുണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികൾക്കെതിരെ ശക്തമായ നടപടി ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ, അഭ്യർത്ഥിക്കാനുള്ളൂ. മാധ്യമങ്ങളെ കണ്ട് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷ നടത്തി കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം തസ്തികയിൽ നിയമിച്ച ആര്യനാട് സ്വദേശിയായ യുവാവിനെ തസ്തികയിൽ നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ജാതി വിവേചനത്തിൽ പ്രതികരിക്കുകയായിരുന്നു. ഇത്തരം സംഭവങ്ങൾ കേരളത്തിന് യോജിച്ചതല്ല. ഇക്കാര്യത്തിൽ ഉടൻ തന്നെ ഒരു നടപടി ഉണ്ടാകേണ്ടതാണ് എന്നതാണ്
ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ പുരോഗമന സമൂഹമായ കേരളത്തിൽ ആവർത്തിക്കുന്നത് എന്നതിലുള്ള ആശ്ചര്യവും അദ്ദേഹം രേഖപ്പെടുത്തുന്നു. ആര്യനാട് സ്വദേശിയും ബിരുദാരിയുമായ ബാലു ആണ് കഴകം തസ്തികയിൽ ജോലിയിൽ പ്രവേശിച്ചത്. ഇതിനെതിരെ തന്ത്രിമാർ രംഗത്ത് വന്നതോടെ ബാലുവിന്റെ തസ്തിക മാറ്റുകയും ജാതി വിവേചനം നേരിടുന്നു എന്നൊരു ആരോപണം ഉയരുകയും ചെയ്തിരുന്നു. ഈ യുവാവിനെ ഈഴവനായതിന്റെ പേരിൽ ഓഫീസ് ജോലികളിലേക്ക് മാറ്റി എന്ന വാർത്തയാണ് പുറത്തു വന്നിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചന പരാതിയിൽ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. കൊച്ചിൻ ദേവസ്വം കമ്മീഷണറും കൂടൽമാണിക്യം എക്സിക്യൂട്ടീവ് ഓഫീസറും അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം എന്നതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അശ്വിൻ, തീർത്തും ജാതി വിവേചനത്തിന്റെ ഭാഗമായിട്ടാണ് കഴകം തസ്തികയിലേക്ക് നിയമനം ലഭിച്ച ആളെ പിന്നീട് ഓഫീസ് ഡ്യൂട്ടിയിലേക്ക് മാറ്റിയത്. വലിയ പ്രതിഷേധമുണ്ടായിരിക്കുന്നു ഈ സംഭവത്തിൽ. ഇതിനെ തുടർന്നാണല്ലോ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷണ പരിധിയിൽ വരിക? എന്താണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം? ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ കോണുകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉയർന്നിരുന്നു. ഇന്നലെ തന്നെ SN ട്രസ്റ്റിൻ്റെയും ശിവഗിരി മഠത്തിൻ്റെയും ഒക്കെ പ്രതിഷേധ കുറിപ്പുകളും പ്രതികരണങ്ങളുമെല്ലാം ഇതിൽ വന്നതാണ്. വാർത്ത വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്തു. ഈ മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൽ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. 2 ആഴ്ചയ്ക്കകം വിഷയം പരിശോധിച്ച കമ്മീഷണർ റിപ്പോർട്ട് നൽകാൻ കൊച്ചിൻ ദേവസ്വത്തിനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം കമ്മീഷണറൊപ്പം കൂടൽമാണിക്യം എക്സിക്യൂട്ടീവ് ഓഫീസറും അവർക്കാണ് അന്വേഷണ ചുമതലയുള്ളത്. 2 ആഴ്ചയ്ക്കകം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിവേചനം ഒരു ആൾക്ക് നേരിടേണ്ടി വന്നത്? അത് ജാതി വിവേചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്ത് പശ്ചാത്തലമാണ് അവിടെ ഉള്ളത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും കമ്മീഷൻ ചോദിക്കുന്നത്. ഒപ്പം ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴിയാണ് VA ബാലുവിന് നിയമനം ലഭിക്കുന്നത്. അങ്ങനെ ഒരാളെ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, തന്ത്രിമാരുടെ പ്രതിഷേധത്തിൻ്റെ മാത്രം പശ്ചാത്തലത്തിൽ എങ്ങനെ ഓഫീസ് ഡ്യൂട്ടിയിലേക്ക് മാറ്റാനാകും എന്നുള്ള ഒരു ചോദ്യം കൂടി ദേവസ്വം ബോർഡിനോട് കൊച്ചിൻ ദേവസ്വം ബോർഡിനോട് നിലവിൽ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ മറുപടി കൂടി ഈ അന്വേഷണ റിപ്പോർട്ടിന് ചേർത്ത് കൊടുക്കണമെന്ന് കൂടിയാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് വിവിധ സംഘടനകളുടെ മാർച്ച്, പ്രതിഷേധമൊക്കെ ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ശ്രീനാരായണ ധർമ്മവേദിയുടെ നേതൃത്വത്തിൽ 15-ാം തീയതി കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് നിലവിൽ പ്രതിഷേധ മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ഈ വിഷയത്തിലൊരു പരിഹാരമാണ് എല്ലാ കോണുകളിൽ നിന്നും ആവശ്യപ്പെടുന്നത്. GK. ശരി, ഞങ്ങളുടെ പ്രതിനിധി അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിൽ പ്രതികരണവുമായി K. രാധാകൃഷ്ണൻ MP. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് നിയമനം നടത്തിയതെന്നും അതിൽ തന്ത്രിക്ക് ഇടപെടാൻ അവകാശമില്ലെന്നും K. രാധാകൃഷ്ണൻ MP പറഞ്ഞു. അപ്പോൾ നമ്മുടെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഈ കഴകം നിയമനം നടത്തിയത്. സ്പെഷ്യൽ ഉള്ള സമയത്ത് അന്നും വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ തന്ത്രിമാർക്കോ മറ്റാർക്കോ അധികാരമില്ലാത്തതാണ്. നിലവിലുള്ള റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് 10 മാസക്കാലം ഈ കഴകമാണ് അവിടെ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സംബന്ധിച്ച് ബന്ധപ്പെട്ട ആളുകളാണ് നടപടി സ്വീകരിക്കേണ്ടത്.